നല്ല നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ, അതും അരിപ്പൊടി വെച്ചിട്ട്. മിക്സിയുടെ ജാറിലോട്ട് ഒരു 4 പാളയം കുടമ്പഴം എടുത്തു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 2-3 ഏലക്കായുടെ കുരുവും കൂടെ ചേർത്ത് കൊടുക്കണേ, ഞാനത് ചേർക്കാൻ മറന്നുപോയായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ 3/4 കപ്പ് വീതം അരിപ്പൊടി, ഗോതമ്പൊടി, റവ 3 ഒരേ അളവിൽ ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ബാക്കി ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. നിങ്ങൾ ശർക്കരപ്പാനി കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ഒഴിച്ച് മിക്സിയിൽ ഇത് അരച്ചെടുക്കാവേ. ദോശമാവിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്ത തേങ്ങ വേണം. തേങ്ങ കൊത്തോ അല്ലെങ്കിൽ ചിരകിയ തേങ്ങയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, കാരണം എൻ്റെ വീട്ടിലെല്ലാവർക്കും താല്പര്യം ചിരകിയിട്ട തേങ്ങ വറുത്തെടുത്താണ് കേട്ടോ. കൂട്ടത്തിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവേ. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പം ആ കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കാരണം ഇത് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേവാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത്രയും ഒഴിച്ചു കൊടുക്കുക. ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ മറിച്ചിട്ട് 2-3 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കിതിനെ കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അരി അരയ്ക്കാതെയും കുതിർക്കാതെയൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം അല്ലേ. പിന്നെ അരി അരച്ചുണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.